പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തുകയാണ്. അയൽ സംസ്ഥാനത്ത് നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുത്തിരുന്നവർ ജോലിയില്ലാതായതോടെ നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ്. ഭക്ഷണകാര്യത്തിൽ ഉറപ്പു നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിംഗിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. പാചകവാതകം ഇല്ലാതായതോടെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തുകയാണ്. സ്റ്റോക്കുണ്ടായിരുന്ന പാചകവാതകം തീരുന്നതാണ് പ്രതിസന്ധി വഷളാക്കുന്നത്. അയൽ സംസ്ഥാനത്തു നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുത്തിരുന്നവർ ജോലിയില്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പാചകവാതക ക്ഷാമം പരിഹരിച്ച് കട തുറക്കുമ്പോൾ തൊഴിലാളികളെ കിട്ടാനില്ലാതെ വരുമോ എന്ന ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവച്ചു. അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ അവർക്ക് തൊഴിലില്ലാതെ വന്നതോടുകൂടി തൊഴിലാളികൾ അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വന്നാൽ ഗ്യാസിനേക്കാളും വലിയ പ്രതിസന്ധി തൊഴിൽ ഇടത്തുണ്ടാവും. തൊഴിലാളികളുടെ പ്രധാന ഘടകമാണ് നമ്മുടെ വ്യവസായശാലയിൽ, പ്രത്യേകിച്ചും ഹോട്ടൽ മേഖലകളിൽ. ആ നിലയിൽ അവരുടെ കൊഴിഞ്ഞുപോക്കും ഇതിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. തുറന്നു പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിഭവങ്ങളുടെ എണ്ണം ചുരുക്കി. പല ഹോട്ടലുകളിലും ഉച്ചയൂണ് ലഭ്യമല്ല. അൽഫാം, ഷവർമ പോലുള്ള വേവ് കൂടിയ വിഭവങ്ങൾ പാടെ നിർത്തി. ഹോട്ടലുകൾ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയതോടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കുന്നവരും പ്രതിസന്ധിയിലായി. ഭക്ഷണം വിറകിൽ വേവിക്കാമെന്ന് വെച്ചാൽ വിറകിന് വില കൂടിയതിനൊപ്പം ലഭ്യത കുറവുമുണ്ട്. പല ഹോട്ടലുകളും അടച്ചതോടെ ഉടമകൾക്കൊപ്പം തൊഴിലാളികളുടെയും വരുമാനം നിലച്ചു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മധ്യവേനൽ അവധി ആരംഭിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകും. ഭക്ഷണ കാര്യത്തിൽ ഉറപ്പു നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിങ്ങിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.